Yo, what's up guys? Welcome back with another video. So, I'm really happy right now. കാരണം കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ട് കുറച്ചേ ഉള്ളെങ്കിലും നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാ. സോ 5 പൈസയ്ക്ക് മുടക്കില്ലാത്തൊരു ഉപകാരമല്ലേ ഫ്രണ്ട്സ്, പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. ലൈക്ക്, ഷെയർ, ഓൾസോ ലീവ് എ കമൻറ്റ്. ഞാൻ വളരെ ലെങ്ത് കുറഞ്ഞ ചെറിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു ബിഗ് ബഡ്ജറ്റ് മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണോ? ലൈക്ക് സാംസങ് ഗാലക്സി നോട്ട് 10, ആപ്പിൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. ഫ്രണ്ട്സ്, എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ. യു വാച്ചിങ് APPEKAZZ. APPEKA here. I'm back. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ന്യൂൻ്റെ തന്നെ ഒരു ബഡ്ജറ്റ് പ്രൊഡക്റ്റ് ആണ്, വയർലെസ് ചാർജിങ്. ഇത് സ്റ്റാൻഡോട് കൂടി വരുന്ന ഒരു പെർഫെക്റ്റ് വയർലെസ് ചാർജിങ് സെറ്റാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ബഡ്ജറ്റിൽ ഇത്രയും ഫ്യൂച്ചർ ഉള്ള ഒരു വയർലെസ് ചാർജിങ് നിങ്ങൾ എവിടെ പോയാലും കിട്ടത്തില്ല. ഇതിൻ്റെ മെയിൻ ഫ്യൂച്ചർ പറയുന്നത് 6 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ, 10 വാട്ട്സ് അൾട്രാ ഫാസ്റ്റ് ചാർജിങ് ആൻഡ് FOD പ്രൊട്ടക്ഷൻ. അപ്പം ഇതിൻ്റെ 6 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു വയർലെസ് ചാർജിങ്, ഒരു ചാർജിങ് സെറ്റിന് ഏറ്റവും വേണ്ടത് ഒരു പ്രൊട്ടക്ഷനാണ്. തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അപ്പം അതിൻ്റെ എക്സ്ട്രീം ലെവല് ഇത് നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ തരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗായ്സ്, നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത്, ഞാൻ മേടിച്ചപ്പോൾ 24 ദിറംസ് ആയിരുന്നു. ഇപ്പം നാട്ടിൽ ഏകദേശം ഒരു 500 രൂപയോളം വരും. അപ്പം അത് പ്രൈസ് റേഞ്ച് ചേഞ്ച് ആവും നമ്മൾ ഓരോ ടൈമിൽ. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പം പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയില്ല, ഏകദേശം ഒരു 10 ദിറംസ് കൂടുതലുണ്ടായിരിക്കാം. അപ്പം ഇതിൻ്റെ പ്രത്യേകത, ഇത് 1 ഇയർ വാറണ്ടി ഉണ്ട്. കാരണം നൂൺ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ പ്രൊഡക്റ്റ് ആണ് നൂൻ്റെ തന്നെ. നൂണിൽ ഒരു ഓൺലൈൻ സൈറ്റ് ആണെങ്കിൽ അവിടെ എക്സ്ട്രാ ആയിട്ട് തേർഡ് പാർട്ടി പ്രൊഡക്റ്റ് നമുക്ക് മേടിക്കാം. പക്ഷേ ഇത് നൂൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ്. അപ്പം മേടിക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും മേടിക്കുമ്പം അത് സീൽഡ് ബോക്സ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇപ്പം മെയിനായിട്ട് കിട്ടുന്നത് ഒരു ചാർജർ, അതായത് ഒരു ചാർജിങ് കേബിള്, പിന്നെ നമുക്കുള്ള ഫ്രണ്ടിൽ കാണുന്ന ബ്ലാക്ക്, അതാണ് നമ്മുടെ ഒരു വയർലെസ് ചാർജിങ് സംഭവം. അതിൻ്റെ പുറകിലിരിക്കുന്നത് സ്റ്റാൻഡാണ്. നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇതാണ് വാറണ്ടി കാർഡ്. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം വാറണ്ടി കാർഡ് അതിൻ്റെ കൂട്ടത്തിൽ അവൈലബിൾ ആണോ എന്ന്. ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു USB കേബിളാണ്. പക്ക ക്വാളിറ്റി ആയിട്ടുള്ള USB കേബിളാണ്. ഇപ്പോൾ ഉള്ളത് മൈക്രോ USB കേബിളാണ്. ഓക്കെ, നമുക്ക് ഇതിനി അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ ഐറ്റം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മുടെ സംഭവം ഇതാണ്. ഒരു മൊബൈൽ കണ്ടാൽ ഒരു കയ്യിലൊരു മൊബൈൽ ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾ ബാക്ക് സൈഡിൽ നോക്കിക്കാണാൻ എയർ വിൻഡ് ഉണ്ട്. ഒരു വയർലെസ് ചാർജിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് എയർ വിൻഡ്. പിന്നെ അതിൻ്റെ ഒരു റേറ്റിംഗ് പറയുന്നുണ്ട്. മാക്സ് 10 വാട്ട്സ് ആണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. പിന്നെ 2 പോർട്ട്. ഒരിക്കലും ഒരു വയർലെസ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യത്തില്ല 2 പോർട്ട്. എപ്പോഴും അത് ചെക്ക് ചെയ്യുക. ഇനി ഇരിക്കുന്നത് ഈ സ്റ്റാൻഡ്. ഇതെന്താ വരാത്തേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മാൻ, സംഭവം എന്താണെന്നറിയോ ഗൈസ്? അത് ഒരു സ്റ്റാൻഡാണ്, നല്ല മെറ്റൽ സ്റ്റാൻഡാണ്. കൂട്ടത്തിൽ അതിനായിട്ട് മാഗ്നറ്റിക് ആയിട്ടൊരു പിടുത്തമുണ്ട്. അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയില്ല. സംഭവം അടിപൊളിയാട്ടോ. സ്റ്റാൻഡ് നല്ല പക്ക മെറ്റൽ ഫിനിഷ് ആട്ടോ. നമ്മുടെ ഇതുമാതിരി ചാർജിങ് പാഡ് വരുന്നത് ഒരു മെയ്റ്റ് ഫിനിഷാണ് വരുന്നത്. പിന്നെ നമ്മൾ സ്റ്റാൻഡ് ഫ്രണ്ടിൽ കാണുന്ന ഒരു ഹോളുണ്ട്, അതുവഴി കറക്റ്റ് ഇതേ ലെങ്ത്തിൽ, ഞാൻ ഈ ചെയ്തേക്കുന്ന ഇതേ
രീതി വേണം അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ കേട്ടോ. ഒന്നും അറിയില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ചാർജിങ് പെർഫോമൻസ് പറയുവാണെങ്കിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള 4000 mAh ബാറ്ററി 2.5 മണിക്കൂർ കൊണ്ട് ഇത് കവർ ചെയ്യും ചാർജിങ്. ഓക്കെ, ഫുള്ളി ചാർജ് ആവും 10 വാട്ട്സിൽ. ഓരോ ഡിവൈസിനും ഓരോ വയർലെസ് ചാർജിങ് റേറ്റ് ആണ്. നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ക്വിക്ക് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ചാർജർ മാത്രമായിരിക്കണം. ഓക്കെ, സോ ഗായ്സ്, ഇനി നിങ്ങളുടെ ഫോൺ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിനും ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതേ ഉള്ളൂ നമ്മുടെ വയർലെസ് ചാർജിങ്ങിൻ്റെ ബോക്സിനകത്ത് ഇത്ര ഐറ്റംസേ ഉള്ളൂ. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.